അങ്ങനെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നടന്നപ്പോൾ എന്നിലുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട്, ആ ദശ വളരുന്നു എന്ന് പറഞ്ഞ ആ ഒരു ബുദ്ധിമുട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം വളരെ നേർത്തതായിട്ട് പോകണം. ഇങ്ങനെ കണ്ണടച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ ടെൽബോണിൻ്റെ അവിടെ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിലേക്ക് വരിക. അപ്പോൾ അത് വളരെ നേർമയായിട്ട് ആ ശ്വാസം പോകണം. ആ ഒരു ഫീൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അത് അങ്ങനെ കിട്ടുമ്പോഴുള്ളൊരു അനുഭൂതി എന്ന് വെച്ചാൽ അത് പറയാൻ പറ്റില്ല. അത് വളരെ വളരെ നന്ദി ദീദിക്ക്. അല്ലെങ്കിൽ ഇത്ര വലിയൊരു അപകടത്തിൽ നിന്ന് എന്നെ ദീദി രക്ഷിച്ചത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി ഫസ്റ്റായിട്ട്. പിന്നെ അതിനുശേഷം ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ദീദി, ഇപ്പം നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അതിനൊക്കെ ഓരോ ടെക്നിക്ക് ഉണ്ടല്ലോ, ഓരോ ബർത്ത് ടെക്നിക്ക് ഉണ്ട്. ചിലതൊക്കെ ദീദി പറയുമ്പോൾ വേണം നമ്മളത് ചെയ്യാൻ, അല്ലാത്തപ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. പിന്നെ നമ്മൾ അനുഷ്ഠിക്കേണ്ട കുറേ കാര്യങ്ങൾ, ചില മരണ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മളെങ്ങനെ അവിടെ പെരുമാറണം, ഒരു മരണം സംഭവിക്കുമ്പോൾ ഒരു സോളിന് എന്താണ് സംഭവിക്കുന്നത്, അതിനുശേഷം ആ സോള് ഏത് രീതിയിലേക്കാണ് അത് സോള് പോകുന്നത്, അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ദീദി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് ആ ഒരു അറിവൊക്കെ നമുക്ക് കിട്ടിയത് ദീദിയിലൂടെയാണ്. പിന്നെ ദീദി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ ആൻസിസ്റ്റർ ഹീലിങ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ ഒരു പെട്ടെന്ന് നോർമലി എങ്ങനെ വെച്ചാൽ ദീദി ഇങ്ങനെ പറയും, അത് ഞാൻ അപ്പം തന്നെ മലയാളത്തിലേക്ക് പറയും. പിന്നെ ചിലപ്പോൾ ദീദി കുറച്ച് സമയത്തേക്ക് സൈലൻറ്റിലേക്ക് പോകും, വീണ്ടും ദീദി പറയും, അങ്ങനെയാണല്ലോ പോണത്. അപ്പോൾ സൗണ്ട് കേൾക്കുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു സൗണ്ട് വന്നു, നീ ആരാന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവുന്നു. ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ അത് ട്രാൻസ്ലേഷൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഞാൻ ഓർത്തു, ദൈവമേ ഇത് ദീദിയുടെ ശബ്ദമല്ലല്ലോ, പിന്നെ ഇത് ഈ ശബ്ദം എവിടെ നിന്ന് വന്നു എന്നിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ആ ട്രാൻസ്ലേഷൻ ചെയ്തതിന് ശേഷം ഞാൻ ഗീതാജിയെ വിളിച്ച് ചോദിച്ചു, ഗീതാജി ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി, ദീദി പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു വോയിസ് കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഗീതാ മാഡം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇത് നോട്ട് ചെയ്ത് വെക്കും, നമുക്ക് ദീദിയോട് എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ദീദി വരുന്നുണ്ട് തൃശ്ശൂർ, അപ്പം നമുക്ക് ദീദിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അതുകൂടാതെ വേറൊരു ദിവസം ഇതേപോലെ മെഡിറ്റേഷൻ നൈറ്റിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു പേരിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു, അനീഷ് ഗോപി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇതാരാണ് ഈ അനീഷ് ഗോപി, എനിക്കങ്ങനെ ഒരു പരിചയമുള്ള ഒരാളും ഇല്ല, എൻ്റെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിലോ ഒന്നും അങ്ങനത്തെ ഒരാളില്ല. പിന്നെ ഈ പേരെങ്ങനെ ഇങ്ങനെ കേൾക്കുന്നു എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് രൂപങ്ങളൊക്കെ അങ്ങനെ കാണാൻ തുടങ്ങി. വലിയൊരു ഒരു കറുത്ത രൂപമാണ്, അത് ആനയല്ല കരടിയല്ല, ഒരു വലിയൊരു രൂപം. പിന്നെ കുറേ മുഖങ്ങൾ എനിക്ക് കാണാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഇവരെയൊന്നും ഞാൻ അറിയില്ല, ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. അത് കണ്ടത് വെച്ചാൽ ഒരുപാട് പേര്, ഒരു 25, 30, 40, 50 ഇങ്ങനെ നമ്മളിപ്പോൾ ഓരോ സ്ലൈഡ് ഇങ്ങനെ വരില്ലേ സിനിമയൊക്കെ കാണുമ്പോൾ, അതേപോലെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക കുറേ മുഖങ്ങൾ. സ്ത്രീകളുടെ മുഖമാണ് ഞാൻ കൂടുതൽ കണ്ടത്. ഒരു 55 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് അവരൊക്കെ, അവരുടെ മുഖമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് എനിക്കൊരു പിടിയില്ല, പക്ഷെ ഞാനിതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ദീദി വന്നതിന് ശേഷം ഞാനിപ്പോൾ തൃശ്ശൂർ, ഇപ്പോൾ ദീദി വന്നപ്പോൾ ഞാൻ പോയി കണ്ടിരുന്നു ദീദിനെ. അപ്പോൾ ഞാൻ ദീദിയോട് ഇങ്ങനെ പറഞ്ഞു, ദീദി എനിക്കിങ്ങനെ ഫസ്റ്റ് മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു നീ ആരാന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവും എന്നുള്ളൊരു വോയിസ് ഞാൻ കേട്ടു. ദീദി പറഞ്ഞതല്ല, പക്ഷേ ഞാനത് കേട്ടു, ഞാൻ ട്രാൻസ്ലേഷനും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ദീദി ഇങ്ങനെ കണ്ണടച്ചിട്ട് പറഞ്ഞു, ആ ശരിയാണ്, അങ്ങനെ നീ കേട്ടു എന്ന് പറഞ്ഞു. അത് നീ ഇത് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അവിടെ ചുറ്റുമുള്ള ഏതോ ഒരു എനർജി നീയുമായിട്ട് കണക്റ്റഡായി അങ്ങനെ നിൻ്റെ മനസ്സിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ശരി. അതിനുശേഷം ഞാൻ പറഞ്ഞു, ദീദി ഇങ്ങനെ അനീഷ് ഗോപി എന്നുള്ളൊരു പേര് ഞാൻ കേൾക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു രൂപങ്ങളൊക്കെ കണ്ടു, കുറച്ച് കാര്യങ്ങൾ ഞാൻ ദീദിയോട് പറഞ്ഞു. അപ്പോൾ ദീദി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത് ശരിയാണ്, എന്നിലൂടെ ദീദിയുടെ ഈ ആൻസിസ്റ്റർ ഹീലിങ്ങിൽ നമുക്കിപ്പോൾ ഈ സോളുകൾക്ക് അവർക്ക് ലൈറ്റ് നോക്കി പോകണമെങ്കിൽ ആരുടെയെങ്കിലും എനർജി എടുത്തിട്ടേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അത് നമ്മുടെ എനർജിയാണ് അവരുടെ ഒരു എന്താ പറയുക ഏണി എന്ന് പറയുന്നത്. ആ ഏണി കൂടെ കയറി വേണം അവർക്ക് പോകാൻ. അപ്പോൾ എന്നിലൂടെ ആ ഒരു കർമ്മം അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ദീദി. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതായത് നമ്മളൊക്കെ ഡെയിലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, സിനിമ കാണാൻ പോകുന്നു, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ലാസ്റ്റിൽ നമ്മൾ യൂണിവേഴ്സിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ ഇല്ലാണ്ട് പോകും.
ഞാൻ എപ്പോഴും ആലോചിക്കും ചെയ്യുമ്പോൾ ഞാൻ എന്ത് യൂണിവേഴ്സിന് തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ എനിക്കൊരു ആൻസർ ഇല്ല. പക്ഷേ ഇപ്പോൾ ദീദി ഇത് പറഞ്ഞപ്പോൾ എന്നിലൂടെ ആ ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പോൾ ദീദി പറഞ്ഞത് അനീഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ നോർത്തിൽ എവിടെയുള്ളൊരു വ്യക്തിയാണ് അത്ര അദ്ദേഹം. പുള്ളിക്കാരൻ ഇവിടെ ഒരു ടൂറിസ്റ്റായിട്ട് വന്നതാണ് കേരളത്തിൽ. പക്ഷേ അത് ഒരു മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് ദീദി പറഞ്ഞത്. അത് പ്ലെയിൻ ക്രാഷ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സംഭവമാകാം. അങ്ങനെ ഒരു മരിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോൾ എന്നിലൂടെ ലൈറ്റിലേക്ക് പോയി, എൻ്റെ ഒരു എനർജി എടുത്തിട്ട് അത് ലൈറ്റിലേക്ക് പോയി എന്നാണ് ദീദി പറഞ്ഞത്. പിന്നെ ആ കണ്ട ഒരു രൂപം കണ്ടു എന്ന് പറഞ്ഞത് ഒരു ബ്രഹ്മരാക്ഷസനാണെന്ന് ദീദി പറഞ്ഞു. അപ്പോൾ ദീദി നമുക്കിനി മുമ്പ് ഒരു സെക്ഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ബ്രഹ്മരാക്ഷസൻ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആ ഒരു സോൾ എങ്ങനെയാണ് ഒരു ബ്രഹ്മരാക്ഷസനിലേക്ക് മാറുന്നതും പിന്നെ ആ സോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പത്തെ ഒരു സെക്ഷനിൽ ദീദി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടതൊരു ബ്രഹ്മരാക്ഷസാണ്. അവർക്കും കുറേ നാൾ കഴിയുമ്പോൾ, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവരും ലൈറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കും. അവരുടെ കൂടെ ഒരുപാട് സോളുകൾ വേറെ ഉണ്ടാവും. അവരിലൂടെ ഇങ്ങനെ കെട്ടുകളഞ്ഞ് കിടക്കും ഈ സോളുകളൊക്കെ. ആ സോളുകളെയാണ് ഞാനപ്പോൾ കണ്ടത്. കുറേ സ്ത്രീകളും ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവരെല്ലാവരും ലൈറ്റ് നോക്കി പോയി എന്നാണ് ദീദി പറഞ്ഞത്. അവർ നമ്മളുടെ ഒരു എനർജി എടുത്തിട്ടാണ് അവർ പോകണം. ആ ഒരു പ്രോസസ്സ് എന്നിൽ നടന്നു എന്നാണ് ദീദി പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ വളരെ നന്ദി തോന്നിയപ്പോൾ നമുക്ക് സാധന കൂട്ടേണ്ട സമയമായി എനിക്ക് എന്നും ദീദി പറഞ്ഞു. പിന്നീട് എനിക്കിങ്ങനെ ഞാൻ ഓഫീസിലിരിക്കുമ്പോഴാണെങ്കിലും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ചില ഈ പൂച്ചകളെ ഞാൻ കാണാറുണ്ട്. പൂച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കാണും, പിന്നെ നെക്സ്റ്റ് നോക്കുമ്പോൾ അവരവിടെ കാണില്ല. പിന്നെ ചില ഈ ഫോഗ് പോലെയൊക്കെ ഞാനിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ദീദി പറഞ്ഞു അതൊക്കെ ശരിയാണ്, അതൊക്കെ ഈ സോളുകളുടെ. അപ്പോൾ അത് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ കാണും, അത് സോളുകളാണ്, അവർ ലൈറ്റിലേക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് നിങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് സോളുകളൊക്കെ വരുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ അല്ലാണ്ട് മെന്നിലൂടെ നടക്കുന്നുണ്ടാവും, പക്ഷേ അതൊന്നും എനിക്ക് അറിയാൻ ചിലപ്പോൾ കഴിയില്ല എന്നും ദീദി പറഞ്ഞു. സാധന കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞതിനോട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യണം കൃത്യമായിട്ട് 3 മണിക്ക്. നമുക്കൊരു പൈസയൊന്നും ചിലവില്ലല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം. എല്ലാവരും ചെയ്യണം. അതൊരു വലിയ എക്സ്പീരിയൻസ് ആണത്. കുറേ അറിവുകൾ, എനിക്കൊക്കെ എന്തോരം അറിവുകളാണ് ദീദിയിലൂടെ കിട്ടണമെന്നറിയാമോ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ. ഒരു ദിവസം പോലും നമ്മളത് മിസ്സാക്കരുത്. ഒരു ദിവസം മിസ്സാക്കി കഴിഞ്ഞാൽ അപ്പം നമുക്ക് ലഭിക്കേണ്ട കുറേ അറിവുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരുപാട് ചേഞ്ചസ് എല്ലാവരിലും ഉണ്ടാകും. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണം. അവരും അവരുടെ കുടുംബവും രക്ഷപ്പെടണം. അതുപോലെ തന്നെ ഈ വീഡിയോ ആരൊക്കെ കേൾക്കുന്നു അവരൊക്കെ ഈ ഒരു എന്താ പറയുക, ഈ മെഡിറ്റേഷനിൽ വന്നിരുന്നിട്ട് ദീദിയുടെ വാക്കുകൾ കേട്ട് ഒരുപക്ഷെ ദീദിയുടെ ആ വോയിസ് കേൾക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ചേഞ്ചസ് വരുത്താം. ദയവായിട്ടിത് കേൾക്കുക, എല്ലാവരും രക്ഷപ്പെടുക. നമസ്കാരം.